വെൽക്കം ടു കേരള കിച്ചൺ മോംസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് ഒരു ഇഞ്ചി മിഠായി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങൾ 1 കപ്പ്, അതായത് ഇതുപോലത്തെ 1 കപ്പിൻ്റെ 1/4 ഭാഗത്തോളം വൈറ്റ് ഷുഗറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യം ഏലക്ക പൗഡറാണ്. ഞാനിവിടെ 1 ടീസ്പൂണോളം ഏലക്കാപ്പൊടി എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് വേണ്ടത് ഗ്രാമ്പൂവിൻ്റെ പൊടിയാണ്. അത് നമുക്ക് 1 നുള്ള് അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ. പിന്നെ 1 നുള്ള്, അതായത് 1 പിഞ്ച് ഉപ്പ്. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് തന്നെ ഇഞ്ചിയാണ്. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 100 ഗ്രാമോളം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ ഇഞ്ചി ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിൽ ഞാൻ ഇതിട്ടിട്ടുണ്ട്. നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ ചതയ്ക്കുമല്ല, ഏകദേശം ഒരു നന്നായിട്ടൊന്ന് നമുക്കൊന്ന് അരച്ചെടുക്കണം. നമുക്ക് പേസ്റ്റ് പോലല്ല, എന്നാൽ ഇതേ ഒരു പരുവത്തിൽ വേണം നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടി. അപ്പം ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കാം. സ്റ്റീലിൻ്റെ പാത്രമായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിപ്പം 1/4 കപ്പ് പഞ്ചസാരയാണ്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത് 1/2 കപ്പ് വെള്ളമാണ്. അല്ലേ, ഇത് ഞാൻ കൃത്യമായിട്ട് അളന്ന് ഒരു 1/2 കപ്പ്, അതായത് 125 ml വാട്ടറാണ് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് തീ ഓൺ ചെയ്തതിന് ശേഷം ഇത് നല്ലതുപോലെ നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. അത് പഞ്ചസാര ആദ്യം ലായനിയാക്കണം, പിന്നെ അത് ജസ്റ്റ് ഒന്ന് തിക്ക് ആക്കിയെടുക്കണം. അപ്പോൾ നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ലായനി ഒഴിച്ചു വയ്ക്കാൻ വേണ്ടി, അതായത് നമ്മളിപ്പം തയ്യാറാക്കുന്ന ആ മിക്സ് ഒഴിച്ച് വെച്ച് നമുക്ക് സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഇതുപോലത്തെ ഒരു ഗ്ലാസിൻ്റെ ടിന്നോ അതുപോലെ എന്തെങ്കിലും ഒരു പാത്രം നമുക്ക് എടുക്കാം. അതിനകത്തേക്ക് കുറച്ച് നെയ്യ് 4 ഭാഗത്തേക്ക് ഒന്ന് തടവി വയ്ക്കാം. ഇങ്ങനെ നെയ്യ് എന്തിനാണ് തടവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഇഞ്ചി മിഠായി ഇല്ലേ, ഇത് തണുത്ത് കഴിയുമ്പം ഈസി ആയിട്ട് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് വിടുവിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ തടവി വയ്ക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് 4 ഭാഗത്തേക്ക് നന്നായിട്ടൊന്ന് തടവി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര ലായനി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇളക്കി നല്ല ഒരു കട്ടിയായിട്ട് എടുക്കാം. കണ്ടോ, ഇപ്പോൾ ഏകദേശം നല്ല കട്ടിയായിട്ട് വരുന്നുണ്ട്. നമ്മളിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം. കണ്ടോ, ഈ ഒരു തിക്നെസ് വരണം, അതായത് 1 ഫിംഗർ തിക്നെസ്. കണ്ടോ, ഇതേപോലെ ഇതേ ഒരു പരുവത്തിന്, കണ്ടല്ലേ, ഈ ഒരു പരുവാണ് നമുക്ക് ആവശ്യം. അതല്ലെന്നുണ്ടെങ്കിൽ വേറൊരു രീതിയിൽ നമുക്ക് നോക്കാം. ഈ പഞ്ചസാര ലായനി നമ്മുടെ ഇഞ്ചി മിഠായിയുടെ പരുവത്തിന് റെഡിയായോ എന്ന്. നമുക്കൊരു പാത്രത്തിൽ കുറച്ച് പ്ലെയിൻ വാട്ടർ എടുക്കാം, അതായത് നമ്മുടെ പച്ചവെള്ളം എടുക്കാം. അതിനകത്തേക്ക് ഈ ലായനി ഒന്ന് ഒഴിച്ചു കൊടുത്തു നോക്കാം. അപ്പോൾ ഒഴിച്ചിങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ ഇതിനകത്ത് നല്ല കട്ടിയായിട്ട് തന്നെ കിട്ടുമെന്നുണ്ടെങ്കിൽ ഈ ലായനി നമ്മുടെ ഇഞ്ചി മിഠായിയുടെ പരുവത്തിന് പാകമായെന്നാണ് അർത്ഥം. കണ്ടില്ലേ, ഇപ്പോൾ ആ വെള്ളത്തിലത് ഒഴിച്ചപ്പോൾ തന്നെ അത് ഏകദേശം ഒരു ജസ്റ്റ് ഒന്ന് കട്ടി പിടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്കിത് കണ്ടില്ലേ ക്രിസ്റ്റലിൻ്റെ പരുവത്തിലേക്ക് ആയി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പാകം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി അരച്ചത്, അതായത് നമ്മൾ ഏകദേശം ഒരു നല്ലപോലെ അരച്ചെടുത്തിട്ടില്ലേ, ആ ഇഞ്ചിയുടെ മിക്സ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടിയും ഗ്രാമ്പൂവും ആ 1 നുള്ള് ഉപ്പൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ അടി ചേർത്ത് ഇളക്കി നമുക്ക് ഈ മിശ്രിതം റെഡിയാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഇത് നല്ലതുപോലെ നമുക്ക് അടി ചേർത്ത് തന്നെ ഇളക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ ഇത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ കണ്ടോ, നമ്മുടെ മിക്സ് ഇപ്പം നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. കണ്ടല്ലേ, ഇതൊന്നെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ പിടിച്ച് നോക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു നോക്കാം. കണ്ടോ, ഇതുപോലെ കണ്ടോ, ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ കണ്ടില്ലേ നല്ല കട്ടിയായിട്ട് നമുക്കിത് കണ്ടില്ലേ ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിന് കട്ടിയായിട്ട് കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ ആ ഇഞ്ചി മിഠായിയുടെ പരുവെന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പാത്രമുണ്ടല്ലോ, അതിനകത്തേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടി നിൽക്കരുത്, ചൂടോടുകൂടി തന്നെ വേണം നമ്മൾ നേരത്തെ നെയ്യ് തടവി വെച്ചിരുന്ന പാത്രം ഉണ്ടല്ലോ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ നമുക്കിത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അതുപോലെ തന്നെ നിങ്ങൾ പാത്രത്തിൽ ഒഴിക്കുമ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പ വെച്ച് അരിച്ചെടുക്കാം. കാരണം ഇതിനകത്ത് ചെറിയ തരിതരിയായിട്ട് നമ്മുടെ ഇഞ്ചി നിപ്പുണ്ട്, കണ്ടില്ലേ, കട്ടയായിട്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഈ ഇത്തിരി കണ്ണമുള്ള, അത് കണ്ട ഇച്ചിരി വലിപ്പമുള്ള കണ്ണമുള്ള അരിപ്പയിൽ കൂടെ അരിച്ചിട്ട് വേണം നിങ്ങൾക്ക് എടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് തന്നെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എപ്പോഴും നമ്മുടെ ഇഞ്ചി മിഠായി കഴിക്കുമ്പോൾ ഒരു ഇഞ്ചിയുടെ ആ ഒരു അതായത് തരിതരിപ്പ് നമുക്കുണ്ടാണ്, നല്ലൊരു ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ നിങ്ങളിങ്ങനെ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് തന്നെ നമുക്ക് ആ പാത്രത്തിലേക്ക് ഇട്ട് തന്നെ നമുക്കിത് സെറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സ്പൂൺ വെച്ച് തന്നെ എല്ലാ ഭാഗത്തേക്ക് ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിത് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നൈഫ് വെച്ച് ഈ ക്യാൻഡി മുറിച്ചെടുക്കാൻ പാകത്തിന് എല്ലാ ഭാഗത്തേക്കും ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്യാൻഡി സെറ്റായി കഴിയുമ്പോൾ മുറിച്ചെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മുറിക്കുമ്പോൾ ചിലപ്പോൾ ഇത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ നൈഫ് വെച്ച് എല്ലാ ഭാഗത്തേക്കും മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ ഇത് സെറ്റായി വരും. അതായത് നമ്മുടെ ഇതിൻ്റെ ചൂട് കുറയുമ്പോൾ തന്നെ ഇതിപ്പോൾ സെറ്റായി വരും. ഇപ്പോൾ കണ്ടോ, ഒരു അരമണിക്കൂർ കഴിഞ്ഞു, നമ്മുടെ ക്യാൻഡി ഇവിടെ സെറ്റായിട്ടുണ്ട്. കണ്ടില്ല, നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചത് കാരണം ഈസി ആയിട്ട് നമുക്കത് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നൈഫ് വെച്ച് ഇപ്പം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് അതിൽ നിന്ന് വിടുവിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള ക്യാൻഡിയും കൂടെ മാറ്റി വയ്ക്കാം. ഈ ഇഞ്ചി മിഠായി സത്യം പറഞ്ഞാൽ നല്ലൊരു ഔഷധം കൂടിയാണ്. കാരണം നമ്മൾ ചുമയ്ക്കും അതുപോലെ തന്നെ തൊണ്ടവേദനയ്ക്കൊക്കെ വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി. കുട്ടികൾ നേരിട്ട് ഇഞ്ചിയൊന്നും കഴിക്കാറില്ലല്ലോ. അപ്പോൾ ഇതേപോലെ ഇഞ്ചി മിഠായി ആക്കി വെക്കുകയാണെങ്കിൽ അവർക്ക് ഈ തൊണ്ടവേദനയും ചുമയൊക്കെ വരുമ്പോൾ നമുക്കിത് കൊടുക്കുകയും ചെയ്യാം. നമുക്ക് തന്നെ ഇത് തണുപ്പ് സമയത്തൊക്കെ നമുക്ക് തൊണ്ടയ്ക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളപ്പോൾ നമുക്ക് വേണമെങ്കിലും ഇത് ധൈര്യമായിട്ട് കഴിക്കാം. ഈ ഇഞ്ചി മിഠായി നമ്മൾ പണ്ട് ബസ്സിലൊക്കെ കിട്ടത്തില്ലേ, അതേ ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇഞ്ചി കൂടുതലായിട്ട് ചേർക്കുമ്പം അത് നല്ലൊരു ഹെൽത്തിയും കൂടാണ്. വേണമെങ്കിൽ നിങ്ങളിത് ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് കുറച്ച് ഹണിയും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പം ഇത് നിങ്ങൾ തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായം എന്നോട് പറയുകയും ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.